എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡെയിലി സ്കിൻ കെയർ എസെൻഷ്യൽസ് ആണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെയാണ്. ഈ സാധനങ്ങൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് വാങ്ങി ഉപയോഗിക്കാം. ഇതൊരു ഹോണസ്റ്റ് റിവ്യൂ ആണ്, അല്ലാതെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാനും ചുളിവുകളൊന്നും വീഴാതിരിക്കാനും ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പം വീട്ടിൽ കാച്ചുന്ന എണ്ണയുണ്ട്. അപ്പോൾ ആ കാച്ചെണ്ണ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ പരിചയപ്പെടുത്തിയതാണ്. അത് വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നല്ലൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെറുപ്പം തൊട്ടേ തന്നെ ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ, ഇതിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങി ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഡെയിലി ഓയിൽ മസാജിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ക്ലെൻസിങ് ഓയിലാണ്. ഇത് ബയോട്ടിക്കിൻ്റെ ആൽമണ്ട് ഓയിലാണ്. ഡീപ്പ് ക്ലെൻസ് ചെയ്യും, പ്യൂരിഫൈങ് ക്ലെൻസിങ് ഓയിൽ, ഫേസ് ആൻഡ് ഐ മേക്കപ്പ് റിമൂവർ ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ വേറെ ഓയിലി സ്കിന്നായിട്ടുള്ള അതുള്ളതൊന്ന് വാങ്ങി നോക്കി നോക്കൂ. ഇത് എൻ്റെത് ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടോ, നിങ്ങൾ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ ഫുൾ ബോട്ടിലായിരുന്നു. ഇത്രയും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം വെളിച്ചെണ്ണ നമ്മളിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. പിന്നെ ഓയിലി സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഓയിലി സ്കിന്നുകാർക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ബയോട്ടിക്കിൻ്റെ പ്രൊഡക്റ്റിൽ തന്നെ ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റേ ഒക്കെ അല്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ഇട്ടിട്ട് കുറച്ച് തവണ നമ്മൾ ഒന്ന് റബ്ബ് ചെയ്യേണ്ടി വരും കേട്ടോ. അതല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ക്ലെൻസ് ആവുന്നുണ്ട്. ഞാൻ പൊതുവേ ഇടുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇത് നന്നായിട്ട് ക്ലെൻസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്ലെൻസിങ് ഓയിലാണ്. ഇനി ഒരു നല്ലൊരു ജെന്റിൽ ക്ലെൻസർ ആണല്ലേ വേണ്ടത്. അതിന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസർ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ എന്താ പറയുന്നത്, ഒരുപാട് മോയ്സ്ചറൈസേഴ്സും ക്ലെൻസേഴ്സും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സെറ്റഫിലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സ്കിൻ ഡോക്ടറിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസറും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും ഒക്കെ കേട്ടോ. നിങ്ങളോട് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്കിന്നിൽ ഒരു അലർജി വന്ന സമയത്ത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തതാണെന്നല്ല. അതിനുശേഷം ഞാനിപ്പോൾ എനിക്ക് സെറ്റഫിൽ ലവറാണ്. അതിൻ്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതൊക്കെ വാങ്ങിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസറാണ്. ഓൾ സ്കിൻ ടൈപ്പിൻ്റെ ആണ് കേട്ടോ. ഇതിനകത്ത് ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം ഭയങ്കരമായിട്ട് തരിതരിയൊന്നുമില്ല, ജെന്റിലായിട്ടുള്ള ക്ലെൻസറാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിനാണ്. അങ്ങനെ ഭയങ്കര എന്താ പറയുക സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ക്ലെൻസറാണ് ഈ രണ്ട് ക്ലെൻസറും. ഇനിയിപ്പം നിങ്ങൾ സെറ്റഫിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ സൈഡ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഞാൻ കാണിക്കുന്നത് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ തന്നെ. ഇതും എനിക്ക് ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. ഹൈഡ്രേറ്റ്സ് ഫോർ 48 hours, ഹെൽപ്സ് റീസ്റ്റോർ ദ സ്കിൻ മോയ്സ്ചർ ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 48 hours ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സുഖമായിട്ട് ഒരു 24 hours-ഓളം നമ്മൾ ഇത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 24 hours എന്ന് പറയുമ്പോൾ 24 hours കുറച്ച് സമയമൊക്കെ നമ്മൾ ഉറങ്ങില്ലേ. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്യാറില്ല. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് നല്ല ഒന്ന് സ്കിന്നിനെ ബ്രീത് ചെയ്യാൻ വിടുന്നതാണ് നല്ലത്. എപ്പോഴും സ്കിൻ കെയറിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പ്രൊഡക്റ്റ് മോർണിംഗും നൈറ്റും ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ സ്കിന്നിനെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ വിടുന്നതാണ് കേട്ടോ നല്ലത്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ളൊരു ക്ലെൻസറാണിത്. ഇത് എനിക്ക് ഫ്രീബീസ് ആയിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഉപയോഗിക്കാൻ. എൻ്റെ ഇപ്പം ഈവൻ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിൻ ആണെങ്കിൽ പോലും ഇത് ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. സ്കിന്നിനെ അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ഫോർമുല വന്നിട്ട് നല്ല രസമാണ്. എനിക്ക് ഇത് അല്പം പോലും കയ്യിലെടുത്ത് കാണിച്ച്
അത് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബ്രാൻഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സെറ്റഫിൽ ബ്രാൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങി നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു ടോണർ. ഇത് ആക്ച്വലി ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ബ്രൈറ്റ്നസ് റിഫ്രഷ് ടോണർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് സ്മൂത്ത് സ്കിൻ, നോൺ സ്റ്റിക്കി, റിഫ്രഷിങ് ആഫ്റ്റർ ഫീൽ. അപ്പോൾ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു 5 to 10 times ഒക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ ഒരു കോട്ടണിലാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുക. അതല്ലാതെ എൻ്റെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാനുള്ളതായിട്ടില്ല. കാരണം നമ്മളൊരു മിനിമം ഒരു 2 weeks എങ്കിലും നന്നായിട്ട് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഹാഫ് ബോട്ടിലെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്തായാലും കുറച്ചുകൂടെ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ ആണ്. ഇതും സെറ്റഫിലിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് എൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ഞാൻ. ഇത് സെറ്റഫിലിൻ്റെ സൺസ്ക്രീൻ ഉണ്ടെന്ന് കണ്ട ആ ഒരു സന്തോഷത്തിൽ വാങ്ങിയിട്ടുള്ളതാണ്. SPF 50 ആണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ളതാണ്. ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്. വെരി വാട്ടർ റെസിസ്റ്റൻറ്റ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഭയങ്കര നോൺ സ്റ്റിക്കി അങ്ങനെയൊന്നല്ല. പിന്നെന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു വൈറ്റ് ടോൺ ഉള്ള പോലെ തോന്നുമെങ്കിലും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഫേസിൽ നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ സ്കിന്നിന് ഡാർക്കൻ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത്. പിന്നെ ഞാൻ പൊതുവേ വെയിലത്ത് ഇറങ്ങുന്നത് കുറവാണ്. പിന്നെ ഡെയിലി ബേസിൽ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. അഥവാ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വീട്ടിലിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പല ഡോക്ടേഴ്സും വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായത്തിൽ, അതുപോലെ തന്നെ എന്നെ പരിചയമുള്ള ഡോക്ടറോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ, അപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു ലിപ് ബാമാണ്. എൻ്റെ അടുത്ത് ഈ 3 ലിപ് ബാം ഉണ്ട്. ഇത് ബയോട്ടിക്കിൻ്റെ ആണ് ലിപ് ബാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ മുന്നേയും നമ്മുടെ വീഡിയോ തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ബയോട്ടിക്കിൻ്റെ ലിപ് ബാമിനെ കുറിച്ചിട്ട്. ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാം ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് എനിക്ക് പല പല ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ലിപ് ബാം ഇല്ല. ഇതിൽ ഞാൻ 3 വേരിയൻസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ബയോട്ടിക്കിൻ്റെ ബെറി ലിപ് ബാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങി നോക്കിയത് എനിക്കൊരു പണ്ടൊരു റെഡ് കിട്ടാറുണ്ടായിരുന്നു. അത് ഏതാ ഫ്ലേവർ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വാങ്ങി നോക്കിയതാണ് ബെറി ആണോ എന്ന്. പക്ഷെ ബെറി അല്ല. ബെറിയുടെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ചൊരു ടിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. അതല്ലാതെ പിന്നെ മോർണിംഗ് നെക്ടർ എന്ന് പറഞ്ഞിട്ട്, മോർണിംഗ് നെക്ടർ അവരുടെ മോയ്സ്ചറൈസർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വേരിയന്റിൽ വരുന്ന ഒരു ലിപ് ബാമാണിത്. ഇത് പ്യുവർ വൈറ്റ് ആണ് വരുന്നത്. കളർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി വരുന്നത് ബയോട്ടിക്കിൻ്റെ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫ്രൂട്ട് ബ്രൈറ്റനിങ് ലിപ് ബാം. ഇതിൻ്റെ കളർ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓറഞ്ച് കൂടിയ ഒരു ഷെയ്ഡാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ 3ഉം ഒരേ പെർഫോമൻസ് ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ 3 ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് കുറച്ച് ലിപ്പിൽ അപ്ലൈ ചെയ്യും. അത് കുറച്ചല്ല, അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ. ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യണം. ചുമ്മാ ഒന്ന് ഇട്ടതിനെ കൊണ്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മോർണിംഗ് ആയാലും ആ ഒരു സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടാവും. ആ ലിപ്സ്റ്റിക് ഇല്ലാത്ത സമയം രാത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ രാത്രി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആയി വന്ന് ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും വാങ്ങിയാലും നിങ്ങൾക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. എനിക്കിത് 3ഉം ഇഷ്ടമായിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു റോൾ ഓൺ. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് നിവ്യേൻ്റെ ഫ്രഷ് നാച്ചുറൽ. ഇതിൻ്റെ വേറൊരു ഫ്ലേവറും കൂടി ഉണ്ട്. അതിൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ. അത് വൈറ്റനിങ് റോൾ ഓൺ ആണ്. അത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ കുറച്ച് വൈറ്റൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റോൾ ഓൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതില്ല. പിന്നെ പെർഫ്യൂംസ്, ഇപ്പം ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ പോലെ വരും. അതുപോലെ ഈ ഒരു സംഭവം ഇല്ല. പിന്നെ ഈ റോൾ ഓൺ നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ നമ്മൾ വേർത്താലും അതിന് നമുക്കൊരു ഓഡ് സ്മെല്ലൊന്നും വരുന്നില്ല. നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം നമ്മൾ ചില പെർഫ്യൂംസോ ചില ഡിയോഡ്രൻസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
വേർക്കുമ്പോഴേക്കും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്മെല്ല്, ഒരു വല്ലാത്ത സ്മെല്ല് വരും. അത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് യൂസ് ചെയ്തെന്ന് വെച്ച് പെർഫ്യൂം യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും നിൽക്കുന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഡെയിലി കുളിക്കുന്നവരാണ്, അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഏത് സോപ്പ് തേക്കണം എന്നുള്ളത് ചിലർക്കെങ്കിലും തോന്നാറുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡവിൻ്റെ സോപ്പാണ് നല്ലത്. ഇത് ഞാൻ സ്വിച്ച് ചെയ്തതാണ്, മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നതല്ല. കുറച്ചൊരു 2 വർഷത്തിന് മേലെയായി കാണും ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട്. എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നത് ഡവിൻ്റെ സോപ്പല്ല കേട്ടോ, ഡവിൻ്റെ ഈ ഒരു ലിക്വിഡാണ്. ഡവിൻ്റെ ഈ ലിക്വിഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സോപ്പ് വാങ്ങിക്കാറുണ്ട്. ഇത് സൾഫേറ്റ് ഫ്രീ ക്ലെൻസർ ആണ്. ഡ്രൈനസ് കെയർ ബോഡി വാഷ് 24 hours മോയ്സ്ചറൈസ്ഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ജോജോബ ഓയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേറെയും എന്താ പറയുന്ന വേരിയൻറ്റ് ഇതിനകത്ത് ഡവിൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ ഇത്തവണ വാങ്ങിയതാണ് ഇത്. ഇതിൻ്റെ ഒരു ബ്ലൂ ഞാൻ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ഡ്രൈ സ്കിന്നിന് നല്ലതാണെന്ന് കണ്ടപ്പം ഞാൻ ഈ ഒരു ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങി നോക്കിയതാണ് കേട്ടോ. എനിവേ, അപ്പം ഇതാണ് നമ്മുടെ ക്ലെൻസർ. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. 800 ml ബോട്ടിലിന് വന്നിട്ട് 590 rupees-ആണ് വരുന്നത്. മറ്റുള്ള ചില ക്ലെൻസേഴ്സൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അത്ര ഓവർ ബോഡി വാഷ്, ഈ ഒരു ബോഡി വാഷ് അത്ര ഓവർ കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ 800 ml ബോട്ടിൽ 590 വരുന്നുള്ളൂ. അടുത്തത് നമുക്ക് ഹെയർ കെയറിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഷാമ്പൂ, ലോറിയലിൻ്റെ ഞാൻ ഈ ഒരു ഷാമ്പൂ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിപ്പം ലോറിയൽ പാരീസിൻ്റെ കളർ പ്രൊട്ടക്ട് ഷാമ്പൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഇതിലേക്ക് സ്വിച്ച് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ട്രിസമിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട്, അതായത് നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ കളർ ചെയ്ത സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. ഇതിൻ്റെ തന്നെ കണ്ടീഷണർ ഉണ്ട്. ഇതാ ഈ ഒരു ലോറിയലിൻ്റെ റെഡ് ആണ് ഞാൻ എപ്പോഴും നോക്കി വാങ്ങിക്കാറുള്ളത്. കളറിങ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. കാരണം ഹെയർ ഭയങ്കര ഫ്രിസി ആയി മാറും. ആ ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറ്റി ഹെയർ ടെക്സ്ചർ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കണ്ടീഷണറും ഷാമ്പൂ ആണിത്. എപ്പോഴും നമ്മൾ ഷാമ്പൂ വാങ്ങിക്കുന്ന സമയത്ത് ഷാമ്പൂവിൻ്റെ അതേ വേരിയൻറ്റിലുള്ള കണ്ടീഷണർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ബെസ്റ്റാണ് എനിക്ക് യൂസ് ചെയ്തതിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് പാരബൻ ഫ്രീ ആയിരുന്നില്ല മുമ്പ്, പക്ഷെ ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് പാരബൻ ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഇപ്പം മാറ്റിയതാണോ ഇനി മുന്നേ ആയിരുന്നോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ആ കാര്യത്തിൽ. എനിവേ ഇത് പാരബൻ ഫ്രീ ആണ്. ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ സിറം ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സ്ട്രീക്സിൻ്റെ ഹെയർ സിറം. ഇത് നോർമൽ എല്ലാ ഫാൻസി ഷോപ്പിലും ഒക്കെ കിട്ടുന്നുണ്ട്, ഫാൻസി സ്റ്റോറിലും അല്ലാത്ത കടകളിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ചെറിയൊരു ബോട്ടിലാണ്. ഇത് നമുക്ക് ബാഗിലൊക്കെ ഇടാൻ നല്ല സുഖമാണ്. ഇപ്പം നമ്മൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്കൊന്ന് ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കണം. ചില ഹെയറൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാനേജ് ചെയ്യാൻ. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഹെയർ സിറം വേണം. എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയാലും ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ വെറുതെ ഇത് നല്ലതാണ് എന്ന് വിചാരിച്ച് വെറുതെ കുറേ വാരി അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രീക്സിൻ്റെ ഹെയർ സിറം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ വീനസിൻ്റെ ഷേവർ പാക്ക്. ഇത് പണ്ടൊക്കെ ഞാൻ ബിഗ് ബസാറിലൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ബണ്ടിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനതിന് വാങ്ങി വരികയാണ് ചെയ്യുക. അപ്പോൾ അന്നൊന്നും എനിക്ക് ഇതിൻ്റെ പേര് പോലും ഞാൻ നോക്കാറില്ലായിരുന്നു കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡും പ്രൊഡക്റ്റും ഒക്കെ നോക്കി വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വീനസിൻ്റെ ഷേവറാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടൊരു ഷേവറാണ് ഈ ഒരു വീനസിൻ്റെ ഷേവർ. ഒരു ഫേസ് ഷേവർ വേണം. അപ്പോൾ ഈ ഒരു ഫേസ് ഷേവറിൽ ഇൻസ്റ്റൻറ്റ് ആൻഡ് പെയിൻലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഷേവർ, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാർമസിയുടെ ഷേവർ വാങ്ങുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജ് വന്നിട്ട് ഇങ്ങനെ ചെറിയ സിക്സാക്ക് ആയിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനത്തതാട്ടോ നോക്കി വാങ്ങിക്കാറുള്ളത്. കാരണം പ്ലെയിൻ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നോക്കട്ടെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നല്ലതാണ് കേട്ടോ. നമുക്ക് സ്മൂത്തായിട്ടാണ് സ്കിന്നിൽ പോകുന്നത്, ഭയങ്കര റഫായിട്ടൊന്നല്ല. നല്ലതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അപ്പോൾ ഈ കാർമസീൻ്റെ പ്രൊഡക്റ്റ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡെയിലി സ്കിൻ കെയർ എസെൻഷ്യൽസിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമോ?
കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ എസെൻഷ്യൽസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ലവ് യു.